പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ സമയം ലഭിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിന്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങ് വാടാനപ്പള്ളിയിലുള്ള ഒരു സഹോദരിയുടെ കയ്യിൽ നിന്ന് 4 പവൻ സ്വർണം വാങ്ങിച്ചെടുത്ത് അത് ചോദിക്കാൻ വന്നപ്പോൾ അതിനെതിരെ കള്ളപ്പരാതി നൽകിയ 2 കക്ഷികൾക്കെതിരായിട്ടുള്ള 2 വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി. രണ്ടാമത്തേത് ചാലക്കുടി ഡിവൈഎസ്പിയുടെ ഓഫീസിൽ പോയി ജോൺസൺ പുല്ലുത്തി എന്ന എന്റെ പേരിൽ അനാവശ്യമായ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 16-ാം തീയതി എന്നെ കാണാൻ എന്റെ ഓഫീസിലേക്ക് എത്തിയവരോടൊപ്പം പുതുക്കാടുള്ള ഒരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു രൂപത്തിൽ പുറത്തു വരുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അത് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അന്ന് ആ വീഡിയോ എടുത്തത് ആരാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുൻപാകെ ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ അവർക്കറിയാം, എന്റെ സ്വഭാവ രീതി നല്ലതുപോലെ അവർക്കറിയാം. അനീതിക്ക് എതിരായ വ്യക്തമായ നിലപാട് സ്വീകരിക്കും. 1 ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അപവാദം പറഞ്ഞുകൊണ്ട് ആരുടെയും ഫോണിലേക്ക് അയച്ചു കൊടുക്കില്ല. പക്ഷേ ഇവർ 2 പേരും ആവശ്യത്തിലേറെ പണം സമ്പാദിച്ചു വച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് കാലത്ത് നേരത്തെ വീട്ടിൽ നിന്നിറങ്ങും, ഞാനുമായി ബന്ധപ്പെട്ടവരിലേക്ക് എത്തും, അവർക്കൊക്കെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കും. എന്താണ് വീഡിയോ? പുതുക്കാട് ജംഗ്ഷനിലുള്ള ഒരു ഹോട്ടലിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ, ഞാനടക്കമുള്ള ആളുകളുടെ വീഡിയോ എടുത്തുകൊണ്ട് അതിന് മറ്റൊരു കമന്റ് രേഖപ്പെടുത്തി അയച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക. ഇതാണ് അവർ ചെയ്തു വരുന്നത്. ഇതിനെതിരെ എങ്ങനെയാ പ്രതികരിക്കേണ്ടത്? നിയമപരമായി പ്രതികരിക്കണം. ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിയമം നടപ്പിലാക്കാൻ ഉത്തരവാദപ്പെട്ട പോലീസ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികളിലേക്ക് പരാതിയുമായി എത്തിക്കുക എന്നുള്ളതാണ്. ആ പരാതി നൽകിയിട്ടും ഗുണകരമല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? പരസ്യമായി ചോദ്യം ചെയ്യും, നടുറോഡിൽ പിടിച്ചു നിർത്തേണ്ടി വരും. ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് വീഡിയോ എടുത്തത് ആരാണ് എന്നതും അത് എങ്ങനെയാണ് എടുത്തതെന്നും ഈ വീഡിയോയ്ക്കൊപ്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പണി ഇവർ ഇന്നെന്നലെ തുടങ്ങിയതല്ല. ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ, നിയമലംഘനങ്ങൾ ആരാണ് ചോദ്യം ചെയ്യുന്നത്, അവർക്കെതിരെ അപവാദം പറയുക, അവർക്കെതിരെ ഏതെല്ലാം രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് ഇവർ കാലങ്ങളായി തുടരുകയാണ്. ശക്തമായി നേരിടും. കേരള പോലീസിന് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ ഈ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് അത് കഴിയും. ആ നേരത്ത് ഞങ്ങൾ നിയമം കയ്യിലെടുത്തു, ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു എന്ന ആരോപണമായി ആരും വരരുത് എന്ന അപേക്ഷയുമായാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തുന്നത്. ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരിൽ നിന്നും 1 രൂപ പോലും ഞങ്ങൾ വാങ്ങിക്കുന്നില്ല. ഞങ്ങളെ സമീപിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളുടെ കായികാധ്വാനവും ബ്രെയിനും ഉപയോഗപ്പെടുത്തി ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക്, അവകാശ ദംശനങ്ങൾ നേരിടുന്നവർക്ക് ഒരു അത്താണിയായി മാറുന്ന പ്രവർത്തികളാണ് ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ ഓരോ പ്രവർത്തകരും നാളിതുവരെ ചെയ്തു വരുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് നേരെ വളരെ തരം താഴ്ന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ വളരെ തരം താഴ്ന്ന രീതിയിൽ ജീവിച്ചു വരുന്ന 2 വ്യക്തികൾ ചേർന്ന് അനാവശ്യമായ പ്രചരണങ്ങൾ അഴിച്ചുവിടുക. അവരുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അവരാരായിരുന്നാലും അവർക്കെതിരെ അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക. അധികാര കേന്ദ്രങ്ങളിൽ പോലും പോയി
അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. ഇത് ഒരുപാട് കാലമായി തുടരുകയാണ്. ഇനി അനുവദിക്കാൻ കഴിയില്ല. നിങ്ങളെ പിടിച്ചു നിർത്തും. നിങ്ങളെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. നിങ്ങൾക്ക് കിട്ടേണ്ട ശിക്ഷ അത് കൃത്യമായി തരും. ഇത് ഒരു വെല്ലുവിളിയാണെന്നൊന്നും ആരും കരുതരുത്. നിയമത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധത്തിന്റെ ഒരു സ്വരം മാത്രമാണിത്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നേർക്ക് വരുന്ന നിയമലംഘനങ്ങളും മനുഷ്യാവകാശ ദംശനങ്ങളും ചോദിക്കുകയും ഇടപെടുകയും അവർക്ക് ഒരു അത്താണിയായി മാറുകയും ചെയ്യുന്ന ആ ഞങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന നിയമലംഘനങ്ങൾ അത് ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ പരാതിയുമായി വന്നിട്ട് ആ പരാതി പരിഗണിക്കാതെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ സാമൂഹിക വിരുദ്ധരെ കൈകാര്യം ചെയ്യേണ്ടത് പിന്നെ എങ്ങനെയാണ്? ഞങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? ഞങ്ങൾ ആരോടാണിത് ചോദിക്കേണ്ടത്? ഞങ്ങൾ ആരോടാണിത് പറയേണ്ടത്? ഈ കേരള പോലീസിന് ഞങ്ങളുടെ പരാതി പരിഹരിക്കാൻ സമയമില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ ആ പണി ഞങ്ങൾക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാമെന്ന് തന്നെയാ ഈ വീഡിയോയിൽ കൂടി ഈ പൊതുജനത്തിന്റെ മുൻപാകെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഇതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടാം. ഞാൻ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, പലതവണ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രൂശിക്കുന്ന നിലപാടിനോട് പൊരുതാനുള്ള ആത്മധൈര്യവും മനോബലവും ആവശ്യത്തിലേറെ ഈ സംഘടനാ സംവിധാനത്തിൽ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയാണ്. എന്റെ ഭാഗത്ത്, എന്റെ വാക്കുകളിൽ നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ നാട്ടിലെ പൊതുപ്രവർത്തകർക്കും ഏതെങ്കിലും തരത്തിൽ മാനസികമായ സംഘർഷത്തിനിടയായാൽ പ്ലീസ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നിഷേധിക്കപ്പെടുന്ന നീതിയും അവകാശങ്ങളും ചോദ്യം ചെയ്യുകയും അവർക്ക് തിരികെ ലഭിക്കാൻ വേണ്ടി 100% സത്യസന്ധമായി പ്രവർത്തിക്കുന്ന, അവർക്കൊരു അത്താണിയായി മാറുന്ന ആ ഞങ്ങൾക്ക് നേരെ രണ്ട് സാമൂഹിക വിരുദ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നിയമലംഘനങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് പരാതിയായി ചെല്ലുമ്പോൾ അത് പരിഗണിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഞങ്ങളുടെ കായികാധ്വാനം അത് പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു എന്ന് തന്നെയാണ്. കേരള പോലീസിലെ നല്ലവരായ മനുഷ്യരെ മാറ്റി നിർത്തിയാൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം പരാതികളോട് മുഖം തിരിക്കുന്നതാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള അനവധിയായ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് കാരണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ്. ഞാനിതിൽ കാണിക്കുന്ന ഒരു വീഡിയോ, അതിൽ കൂടി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ നിയമലംഘനങ്ങൾക്ക് വിധേയമായവരും അവരാൽ ചതിക്കപ്പെട്ടവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഞാൻ മറ്റു പേരുകളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്നും തികഞ്ഞ മാന്യതയോടുകൂടി മുഴുവൻ സംസ്കാരവും നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. ആരൊറ്റ കാരണം കൊണ്ടാണ് ഇവരുടെയൊക്കെ പേര് പരസ്യമായി പറയാത്തത്. ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കുന്ന എന്റെ സ്വാതന്ത്ര്യത്തിന് നേരെ കടന്നു കയറി, എന്റെ അവകാശങ്ങൾക്ക് നേരെ കടന്നു കയറി ഒരു സ്വകാര്യ സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന ഇവനെതിരെ ശക്തമായ രീതിയിൽ ഈ സംഘടന പ്രതിഷേധിക്കുകയും ഇടപെടുകയും ചെയ്യുമെന്ന് നീ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം. അതിനു വേണ്ടിയാ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കേരളത്തിലുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തണം. ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യാവകാശ സംഘടനയുടെ ഏതെങ്കിലും ഒരു നേതാവ് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങളെ പ്രതിസന്ധിയിലാക്കി ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ
ഈ പരാതി നിങ്ങൾക്ക് അവഗണിക്കാം. മറിച്ചാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നീതിയുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടി ഉണ്ടാകണം. നടപടി ഉണ്ടായേ തീരൂ. ഇത് ഞാൻ ഇവിടെയല്ലാതെ പിന്നെ എവിടെയാ പറയാ?